السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ഒരു പകലിൽ അള്ളാഹുവിൻ്റെ ദീന് സംസാരിക്കാനും അത് കേൾക്കാനുമൊക്കെയുള്ള ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ കൂടിയിരുത്തം സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഏത് സാഹചര്യത്തിലും ഒരു വിശ്വാസി ദീന് മുറുകെ പിടിക്കുന്ന കാലത്തോളം അവനക്ക് സമാധാനപൂർവമായി സന്തോഷകരമായി ജീവിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാത്തിൻ്റെയും പരിഹാരം പരിശുദ്ധ ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പാരത്രിക വിജയത്തിനും ഐഹിക ലോകത്തെ വിജയത്തിനുമൊക്കെ എല്ലാ സമയത്തും ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചും ഖുർആനിൻ്റെ വിധികൾ പാലിച്ചും പ്രവാചകൻ്റെ സുന്നത്തിലേക്ക് മടങ്ങിയുമൊക്കെയാണ് ഒരു വിശ്വാസി എല്ലാ ഘട്ടത്തിലും ജീവിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് അവൻക്ക് ഇഹത്തിലും പരത്തിലുമൊക്കെ സമാധാനപൂർവം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം തീർച്ചയാണ്. സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ്, എല്ലാ മനുഷ്യരും അവർ നഷ്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് ആ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാരാണ്? പരലോകത്ത് രക്ഷ ലഭിക്കുന്ന ആളുകൾ ആരായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ച, സത്യവിശ്വാസം ഉൾക്കൊണ്ട, അല്ലാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ശരിയായ വിധത്തിൽ വിശ്വാസം ദൃഢപ്പെടുത്തിയ ആളുകളാണ് നാളെ പരലോകത്ത് വിജയിക്കുക. വ അമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് ശീലിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന, ശരിയായ വിശ്വാസത്തോടൊപ്പം ശരിയായ ആരാധനാകർമ്മങ്ങൾ കൂടി ജീവിതത്തിൽ പകർത്തുന്ന ആളുകളാണ് നാളെ പരലോകത്ത് വിജയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ആത്യന്തികമായി വിശ്വാസവും കർമ്മവും ശരിപ്പെടുത്തുകയും അത് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുക. ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലൊക്കെ നമ്മൾ ഉറച്ചു വെക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ദീനിനെ സ്വീകരിക്കാതെ, ഈ ദീനിൻ്റെ ഭാഗമാകാതെ, ഈ ദീനിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്ന ധാരാളം മനുഷ്യർ, അവർക്കൊരിക്കലും നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയില്ല. ഏത് സമുദായത്തെയും നന്നാക്കുന്ന പ്രധാന ഘടകം അത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ സുന്നത്തും മാത്രമാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സുലഹ ബിഹി അവ്വലുഹ, ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യരെ നന്നാക്കിയത് എന്തൊന്നാണോ അതുമാത്രമാണ് അവസാന കാലഘട്ടത്തിലെ മനുഷ്യരെയും നന്നാക്കാനുള്ളത്. അവരെ നന്നാക്കിയ ഘടകം എന്താണ്? അത് ഖുർആനും സുന്നത്തുമാണ്. അവർക്ക് പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കലാണ് അവരെ നന്നാക്കിയതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. അതുതന്നെയാണ് നമുക്കും നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്.
എന്നാൽ നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു സാഹചര്യവും സന്ദർഭമൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ, ധാരാളം തെറ്റായ കർമ്മങ്ങൾ, മതമാണ് ദീനാണ് എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ അനാചാരങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു നാട്ടിൻ്റെ പരിസരത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ശരിയായ ദീനിൻ്റെ വിശ്വാസങ്ങളെ നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഈ അബദ്ധത്തിൽ ചെന്നുപോയി ചാടുക അത് സ്വാഭാവികമായിരിക്കും. ഒരുപാട് ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, വിളിച്ച് സഹായം തേടുന്ന, കൊടിയ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ധാരാളം മനുഷ്യരെ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പ്രവാചകന്മാരോടാണ്, ഔലിയാക്കളോടാണ്, മഹാന്മാരോടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹത്തുക്കളോടാണ്. അവരുടെ ചരിത്രത്തിൽ കടന്നുപോയ, അവർ ഔലിയാക്കളാണ് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ മഹാത്മാക്കളാണ് എന്ന് കരുതുന്ന ആളുകളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ആളുകളെ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ സാധിക്കും. എങ്കിൽ നോക്കൂ, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറ്റവും കൂടുതൽ തൻ്റെ അനുയായികളോട്, തൻ്റെ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതാണ്. കാരണം ഈ ലോകത്തെ പടച്ചത്, ഈ ലോകത്തെ സംവിധാനിച്ചത്, ഈ ലോകത്തെ പരിപാലിച്ചത്, ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ ഏറ്റവും നന്നായി അറിയുന്നത്, അത് പരിഹരിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് രോഗമുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത രൂപത്തിലോ ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെക്കാൾ ഏറ്റവും നന്നായി അറിയുന്നത് നമ്മുടെ റബ്ബിനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കാണ് ഏറ്റവും നന്നായി അത് അറിയുക. അതുകൊണ്ട് തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒരു മനുഷ്യൻ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതൊന്നും അറിയാത്ത ആളുകളോട് തേടാതെ അള്ളാഹുവിനോട് തൻ്റെ സങ്കടങ്ങൾ പറയുക, തൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുക, തൻ്റെ രോഗം മാറാൻ, തൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ അള്ളാഹുവിനോട് പറയുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഖുർആനിൽ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ഖുർആൻ എടുത്തു കൊടുത്തു. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം ബാധിച്ച് പ്രയാസപ്പെട്ട് അദ്ദേഹം ബുദ്ധിമുട്ടുന്നൊരു നേരത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് സഹായം തേടാം, ആദം നബിയോട് സഹായം തേടാം, നൂഹ് നബിയോട് സഹായം തേടാം എന്ന് വിചാരിക്കുന്നില്ല. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് രോഗം വരുമ്പോൾ, രോഗമില്ലാത്ത നേരത്ത്, കുട്ടികളില്ലാത്ത നേരത്ത്, എല്ലാ സമയങ്ങളിലും മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ സഹായം തേടിയത് ആരോടാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വശ്തഅല റഅസു ശൈബാ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ. നോക്കൂ, അവർക്ക് അള്ളാഹുവേ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ് അവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഒരൊറ്റ പ്രവാചകൻ പോലും അവർക്ക് മുൻപേ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു വലിയനോട്, ഏതെങ്കിലും ഒരു മഹാത്മാവിനോട്, ഏതെങ്കിലും ഒരു പ്രവാചകനോട് പ്രാർത്ഥന നടത്തിയത് നമുക്ക് കാണാനേ സാധിക്കുകയില്ല. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന എന്താണ്? ഞങ്ങളുടെ എല്ലുകൾ ദുർബലമായി പോയിട്ടുണ്ട്, എൻ്റെ തലമുടിയാകെ നിരച്ച് കത്തി തുടങ്ങിയിട്ടുണ്ട്, അത് നിരബാധിച്ചിട്ടുണ്ട്, എൻ്റെ ശരീരമാകെ ദുർബലമായിരിക്കുന്നു അല്ലാഹുവേ, എന്നാലും നിന്നെ പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ പ്രതീക്ഷയറ്റു പോകുന്നില്ല, എനിക്ക് പ്രതീക്ഷ മുറിഞ്ഞു പോകുന്നില്ല, ഞാനിതാ ഈ അവസരത്തിൽ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം ഇറക്കി വെക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാരെയാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ആളുകളിലൊക്കെ നോക്കൂ, കല്യാണം കഴിഞ്ഞു, കുറേ കാലങ്ങൾ കഴിഞ്ഞു, കുറേ വർഷങ്ങൾ കടന്നുപോയി, പക്ഷെ കുട്ടി ഉണ്ടാകുന്നില്ല. അവർ പലവിധ ചികിത്സകൾ നടത്തി നോക്കി, പലവിധ ഡോക്ടർമാരെ കണ്ടു നോക്കി. ഇനി എന്താണ് പരിഹാരം? അപ്പോൾ ആരെങ്കിലും ഒന്ന് പറയും, നിങ്ങൾ ആ ജാറത്തിലേക്കൊന്ന് പോയി നോക്കൂ, അല്ലെങ്കിൽ ഇന്ന ഉസ്താദിനെ ഒന്ന് സമീപിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഇന്ന ജാറത്തിലെ വെള്ളം ഒന്ന് കുടിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ആ മനുഷ്യൻ വിചാരിക്കണം, അതേവരെ തൗഹീദിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതേവരെ പ്രശ്നങ്ങളില്ലാതിരുന്ന മനുഷ്യർ ഒരു ഘട്ടത്തിലും ചിന്തിച്ചു പോവുകയാണ്, ഒന്ന് പോയി നോക്കിയാലോ, എന്താ ഒന്ന് വരാൻ പോകുന്നത്, ഒന്ന് പോയി കണ്ടാലോ, അല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് കുടിച്ചാലോ, അല്ലെങ്കിൽ ആ ദൂരൊന്ന് കെട്ടി നോക്കിയാലോ എന്ന് വിചാരിച്ച് മെല്ലെ മെല്ലെ ശിർക്കിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് അറിയാം കുട്ടിയെ നൽകുന്ന അള്ളാഹുവാണ്.
ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നൊക്കെ അറിയാം. പക്ഷെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അവർ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട് ശിർക്കിലേക്ക് മെല്ലെ മെല്ലെ കടന്നു പോകുന്ന സാഹചര്യം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എപ്പോൾ സഹായം തേടുമ്പോഴും ഇദാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോൾ സഹായം തേടുമ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. നിങ്ങൾ എപ്പോൾ ചോദിക്കുമ്പോഴും, നിങ്ങൾ എന്തൊരു കാര്യം ചോദിക്കുമ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. ഇതാണ് ഒരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ചിന്ത. അവൻ എത്ര ചെറിയ കാര്യങ്ങൾ വന്നാലും അവൻ അള്ളാഹുവിനോട് സഹായം തേടുക. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് തീർന്നാൽ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. നിങ്ങളൊരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. ഇത് പഠിപ്പിച്ചവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു, നിങ്ങൾ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോടാണ് സഹായം തേടുക. പക്ഷെ നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോട് സഹായം തേടുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടാറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രയാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടുക. നമുക്കൊരു തലവേദന വന്നു എന്ന് വിചാരിക്കുക, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ തലവേദന വന്നാൽ നമ്മൾ പെട്ടെന്ന് ഒരു വിക്സ് എടുത്ത് നമ്മൾ ആ തലയിൽ പുരട്ടും. എന്നിട്ടും മാറുന്നില്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് കുടിക്കും. എന്നിട്ടും ആ തലവേദന മാറുന്നില്ല എങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മളെ ചികിത്സിക്കാൻ ശ്രമിക്കും. എന്നിട്ടും മാറുന്നില്ലെങ്കിലോ നമ്മൾ അതിനേക്കാളും വലിയ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സ നടത്തും. എന്നിട്ടും മാറുന്നില്ലെങ്കിലോ നമ്മൾ അതിനേക്കാളും വലിയ ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ കിട്ടാവുന്ന ഹോസ്പിറ്റലും നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളുടെ അടുക്കിലേക്ക് നമ്മൾ ചെന്നുകൊണ്ടേയിരിക്കും. എവിടെ ചെന്നാലും ഈ തലവേദന മാറുന്നില്ല എന്ന ഘട്ടമെത്തുമ്പോഴാണ് ഇനി ഒരിക്കലും ഇതിന് പരിഹാരമില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ആ സമയത്ത് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു പേരാണ് അല്ലാഹ് എന്ന പേര്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി അവൻ്റെ അവസാനത്തിൽ വിളിക്കേണ്ട പേരല്ല, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെ തുടക്ക സമയത്ത് തന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് വരേണ്ട പേര് അല്ലാഹ് എന്നാണ്. അവൻ്റെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതാണ് പ്രവാചകൻ പറയുന്നത്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അവൻ്റെ ഹൃദയത്തിലേക്ക് വരേണ്ട പേര് അല്ലാഹ് എന്നാണ്. അവൻ്റെ വീട്ടിലെ ഉപ്പ് തീർന്നാൽ അവൻ വിളിക്കേണ്ട പേര് അല്ലാഹ് എന്നാണ്. അവൻ്റെ ചെറിയ പ്രയാസങ്ങളിൽ, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ ആദ്യം അള്ളാഹുവിനോട് പറയുക, അവൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെക്കുക. അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു ശക്തിയിലേക്ക് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അള്ളാഹു അല്ലാത്ത മനുഷ്യരിലേക്ക് കൈകൾ ഉയർത്തുക, അവരുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുക, അവരോട് പോയി പ്രാർത്ഥിക്കുക, അവരോട് പോയി സഹായം തേടുക, ആ ഖബറിൻ്റെ മുന്നിൽ സഹായം അർത്ഥിക്കുക എന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെയും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു പ്രശ്നമാണ് ഖബറുകൾ കെട്ടിയുയർത്തി ആ ഖബറിൻ്റെ മുന്നിൽ പോയി ബറക്കത്തെടുക്കുക. അല്ലെങ്കിൽ ഇന്ന് ഖബറുകൾ കെട്ടിയുയർത്തിയ ഖബറുകൾ അത് വലിയ മഹത്വമുള്ള ഖബറുകളാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ അടുക്കൽ പോയി അത് സിയാറത്ത് ചെയ്യുന്നു, അവിടെ പോയി തവാഫ് ചെയ്യുന്നു, അവിടെ പോയി റുക്ഊ ചെയ്യുന്നു, അവിടെ പോയി സുജൂദ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത നസ്രാണികളെ ശപിച്ചിരിക്കുന്നു, ജൂതർക്കും നസ്രാണികൾക്കും ശാപമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ പറയാൻ. എൻ്റെ പ്രവാചകൻ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് അവർ ശപിക്കുന്നത്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തിയിരിക്കുന്നു. അവരവരുടെ പ്രവാചകന്മാർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വലിയ കെട്ടിടങ്ങളാക്കി, അല്ലെങ്കിൽ വലിയ മസ്ജിദുകളാക്കി, ഒരു ഉറൂസ് കഴിക്കുന്ന, നേർച്ച കഴിക്കുന്ന, ആരാധന നിർവഹിക്കുന്ന ഒരു കേന്ദ്രമാക്കി അവരുടെ ഖബറുകൾ അവർ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ജൂത നസ്രാണികൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്ര ഖബറുകളാണ് കെട്ടിയുയർത്തിയിരിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഡയറക്റ്റായി വിരോധിച്ചിരുന്ന ഒരു കാര്യമാണ് ഖബറുകൾ കെട്ടിയുയർത്താൻ പാടില്ല, അത് നിങ്ങളൊരു ചാൺ മാത്രമാണ് ഉയർത്താൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും മക്കം ഫത്തഹിൻ്റെ ദിവസം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടുത്തു വിളിച്ച് പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശം, ഇവിടെ പൊന്തി നിൽക്കുന്നൊരു ഖബറും നീ തട്ടി നിരപ്പാക്കാതെ പോകരുത്, പൊന്തി നിൽക്കുന്നൊരു ബിംബവും നീ തട്ടി നിരപ്പാക്കാതെ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കാൻ. പിന്നീട് മഹാനായ അലി റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികൾക്ക് ഉപദേശം കൊടുക്കുന്നതും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി വിരോധിച്ചൊരു കാര്യമാണ്. പ്രവാചകൻ അവസാന നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നതിന് എന്താണ്? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബർ ഒരു ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രമാക്കി നീ മാറ്റരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം. എൻ്റെ ഖബർ നീ അങ്ങനെ മാറ്റരുത്, എന്നെ ആരാധിക്കുന്ന എൻ്റെ ഖബർ ഒരു ആരാധനാ കേന്ദ്രമാക്കി
മാറ്റുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നത് നമ്മൾ പ്രവാചകൻ്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവർ മഹാന്മാരുടെ ഖബറുകളാണെങ്കിൽ അത് കെട്ടിയുയർത്താം, അതിന് വലിയ മഹത്വമുണ്ട്, അവിടെ പോയി ബറക്കത്ത് കൊടുക്കാം, അത് സിയാറത്ത് ചെയ്യൽ പുണ്യമാണ് എന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ ആദ്യ കാലഘട്ടത്തിൽ വിരോധിച്ചിരുന്നു. പിന്നീട് പ്രവാചകൻ അത് അനുവദിച്ചു കൊടുത്തു. കാരണം ആദ്യ മനുഷ്യരുടെ ഹൃദയത്തിലെല്ലാം ഖബറിൽ പോയി ആരാധിക്കുന്ന, ബിംബങ്ങളോട് ആരാധിക്കുന്ന, ഈ മഹത്തുക്കളോടും മഹാന്മാരോട് ആരാധിക്കുന്ന മനുഷ്യരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ അവർ ദീനിലേക്ക് കടന്നു വന്നൊരു സാഹചര്യത്തിൽ അവർ ഖബറിലേക്ക് ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ തിന്മയിലേക്ക്, ഈ ശിർക്കിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണ്ട, നിങ്ങൾ ഈ സമയത്ത് ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ആദ്യകാല മുസ്ലിമീങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് ഈമാൻ വർദ്ധിച്ചു, അവർ തൗഹീദിനെ ഉൾക്കൊണ്ടു, അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉറച്ചു, അവർ തൗഹീദിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി. ഈ ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ, നിങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുക. അതെന്തിനാണ്? നിങ്ങൾ അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കാനല്ല, അവിടെ പോയി ബറക്കത്തെടുക്കാനല്ല, കെട്ടിയുയർത്തപ്പെട്ട ഖബറുകൾ കണ്ട് അവിടെ ചുംബിച്ച്, അല്ലെങ്കിൽ അവിടെ തവാഫ് ചെയ്ത്, അവിടെ റുക്കൂഅ് ചെയ്ത്, അവിടെ സുജൂദ് ചെയ്ത്, അത് ഏതെങ്കിലും നിലക്ക് അവിടെ നിന്ന് ബറക്കത്തെടുത്ത് പോരാനല്ല നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്. ഫഇന്നഹാ തുസഖിദു ഫിദ്ദുനിയ, അത് നിങ്ങൾക്ക് ഐഹിക വിരക്തി ഉണ്ടാകും. നിങ്ങൾ ആ ഖബർ കാണുമ്പോൾ, ആ ഖബറുകൾ പള്ളിക്കാടിൻ്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ മരിച്ചു കിടക്കുന്ന എത്രയോ മഹാന്മാരായ മനുഷ്യരാണ്, അല്ലെങ്കിൽ എത്രയോ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ എത്രയോ വലിയ പണക്കാരാണ്, വലിയ അധികാരമുണ്ടായിരുന്ന ആളുകളാണ്, വലിയ സ്വാധീനമുണ്ടായിരുന്ന ആളുകളാണ്. അവരൊക്കെ ഈ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാനും മരിക്കേണ്ടതാണ് എന്ന ഓർമ്മയുണ്ടാകും. അപ്പോൾ നമ്മുടെ അഹങ്കാരം ഒന്ന് കുറയും, നമ്മുടെ ഈ ഗർവൊന്ന് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഐഹിക വിരക്തി ഉണ്ടാകാനാണ് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വതുദക്കിറുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകം ഓർമ്മ വരും. മരിക്കണല്ലോ, ഇതുപോലെ ഖബറിൽ പോയി കിടക്കണല്ലോ, ഈ 3 കഫൻ പുടവ പൊതിഞ്ഞ് ഈ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്ന ഒരു നിമിഷം എനിക്കും ഉണ്ടാകുമല്ലോ എന്നവൻ ചിന്തിക്കും. അതിനാണ് ഖബർ സിയാറത്ത്. അതല്ലാതെ ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ ഖബറിൽ പോയി അവിടെ പോയി ഏതെങ്കിലും നിലക്ക് അവിടെ പോയി പുണ്യമെടുത്ത് അല്ലെങ്കിൽ ബറക്കത്തെടുത്ത് തിരിച്ചു പോരാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഹദീസുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ കുറേ ആളുകൾ ഇത്തരം അനാചാരങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ നമ്മുടെ നാടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരു ഉറുക്കോ അല്ലെങ്കിൽ ഏലസോ ശരീരത്തിൽ ബന്ധിക്കുക. ചെറിയ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം മാറാൻ അവിടെ അരയിൽ ഉറുക്ക് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ മന്ദിച്ചൂതിയ നൂലുകൾ കെട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും അപസ്മാരമോ അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നൂല്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നൂല് കെട്ടുക, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പച്ച തുണിയെടുത്ത് അതിലേതെങ്കിലും ഒരു പണം അല്ലെങ്കിൽ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു നാണയത്തൊട്ട് അത് മന്ത്രിച്ച് ഊതി ആ വാഹനത്തിൽ കെട്ടുക. എന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, ഒരു പ്രതിസന്ധിയും ഇനി അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് തെറ്റിദ്ധരിച്ച് ഈ ഉറുക്കുകൾക്ക്, ഏലസുകൾക്ക് മുന്നിൽ അവർ ഈമാൻ പണയം വെക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സംഘം ആളുകൾ വന്നു. എൻ്റെ പ്രവാചകനോട് ഇങ്ങനെ കൈകൊടുത്ത് ഓരോരുത്തരും പ്രവാചകനോട് സംസാരിക്കാൻ, പ്രവാചകൻ ഇങ്ങനെ കൈകൊടുത്ത് ഓരോരുത്തരെയും സ്വീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ കണ്ടപ്പോൾ പ്രവാചകൻ കൈ വലിച്ചു. അപ്പോൾ ഈ കാഴ്ച കണ്ട് സ്വഹാബത്ത് അത്ഭുതത്തിൽ ചോദിക്കാൻ, നബിയെ നിങ്ങൾ ആ വന്ന 9 പേർക്കും കൈ കൊടുത്തല്ലോ, എന്താണ് 10ാമത്തെ വ്യക്തി കൈ കൊടുക്കാത്തത്? അവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത്, ഇന്ന അലൈഹി തമീമ, അയാളുടെ കൽ ഉറുക്ക് കെട്ടിയിട്ടുണ്ട്, അയാളുടെ കൈകളിൽ അയാൾ ഉറുക്ക് കെട്ടിയിട്ടുണ്ട്, അയാൾ ഏലസ് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏലസ് കെട്ടുക എന്നത് ഒരു ശിർക്കായ കാര്യമാണ്, അത് കെട്ടാൻ പാടില്ല. മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഒരാൾ ഏലസ് കെട്ടുക, ഇത്തരം ശിർക്കായ മന്ത്രങ്ങൾ ജപിച്ച് അത് പാരായണം ചെയ്ത് അത് ഊതി ഒരാൾ തൻ്റെ ശരീരത്തിൽ കെട്ടിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാണ് എന്ന് വിചാരിച്ച് ഇത്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന കുറേ ആളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖാ വത്തമായിമ വത്തിവലത ശിർക്കുൻ, ചരടും നൂലും ഈ ഐക്കല്ലുകളും ഏലസും പ്രശ്നം നോക്കാൻ ഉപയോഗിക്കുന്ന അമ്പും വില്ലുമൊക്കെ അത് ശിർക്കിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഈ ശിർക്കിൻ്റെ പ്രതീകങ്ങളായ ഈ നൂലുകളിൽ, ഏലസുകളിൽ തൻ്റെ ഈമാൻ ബന്ധിച്ച് ഇത് എല്ലാത്തിനും ഒരു പരിഹാരമാണ് എന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിക്കുന്നുണ്ട്
എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ, പ്രതിസന്ധികളുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ ഒരു മനുഷ്യൻ തൻ്റെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുകയും തൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറയുകയും തൻ്റെ പ്രതിസന്ധികൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെക്കുകയും അള്ളാഹുവിൻ്റെ മുന്നിൽ തവക്കുൽ ചെയ്യുക എന്നതാണ് വിശ്വാസികളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് തവക്കുൽ ചെയ്യാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് തവക്കുൽ ചെയ്യേണ്ടത്. ഏതെങ്കിലും നൂലുകൾക്കോ ഏതെങ്കിലും ഉറുക്കുകൾക്കോ മുന്നിൽ പോയി അവൻ്റെ ഈമാൻ പണയം വെച്ച് തിരിച്ചു പോരാനുള്ളതല്ല എന്ന് വിശ്വാസികളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മറ്റൊരു അന്ധവിശ്വാസമാണ് ശകുനം നോക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഒരു മനുഷ്യൻ യാത്രക്കിറങ്ങുകയാണെങ്കിൽ ഒരു കറുത്ത പൂച്ച മുന്നിൽ ചാടിയാൽ അതെന്തോ ഒരു പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. കറുത്ത പൂച്ച മുന്നിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ ആ യാത്ര മുന്നോട്ട് പോകാൻ പാടില്ല, അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രയാസമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ ഒറ്റ മൈനയെ കണ്ടാൽ പിന്നെ യാത്ര മുന്നോട്ട് പോയിക്കൂടാ, ആ യാത്രക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടാകും. അവർ രണ്ടാമത്തൊരു മൈനയെ കാണാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യും, കുറേ നേരം കാത്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ബസ് പോകും, അല്ലെങ്കിൽ ട്രെയിന് പോകും, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന എല്ലാ വാഹനവും പോയാലും അവൻ്റെ ആ യാത്ര തുടരൂല. കാരണം അവൻ കണ്ടത് ഒറ്റ മൈനയും, ഒരു മൈനയെ അവൻ കണ്ടിട്ടുള്ളൂ. അവർ രണ്ടാമത്തെ മൈനയെ കാണാൻ വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ശകുനങ്ങളിൽ വിശ്വസിക്കുന്ന കുറേ ആളുകളെ നമ്മുടെ നാടുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു യാത്ര ഇറങ്ങുമ്പോൾ ചൂല് കാണാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നുന്ന ആരും വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നഖം വെട്ടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ചില വിശ്വാസങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിശ്വാസങ്ങളൊക്കെ നഖശിഖാന്തം വിമർശിച്ചിട്ടുണ്ട് എന്നത് പ്രവാചകന്റെ ഹദീസുകൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ജാഹിലിയ കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു. അവർ യാത്ര പുറപ്പെടുമ്പോൾ അവരൊരു പക്ഷിയെടുത്ത് ഇങ്ങനെ ആകാശത്തിലേക്ക് പറത്തും. ആ പക്ഷി വലതുഭാഗത്തേക്കാണ് പറന്നുപോയതെങ്കിൽ ആ യാത്ര പോകാം, അതൊരു നല്ല യാത്രയാണ് എന്നവർ വിചാരിച്ചു. അതല്ല, ആ പക്ഷി ഇടതുഭാഗത്തേക്കാണ് ആ പക്ഷി പാറിപ്പോയതെങ്കിൽ ആ യാത്ര പോകാൻ പാടില്ല, ആ യാത്രക്ക് എന്തോ ഒരു പ്രയാസമുണ്ടാകും. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന് അങ്ങനെ യാത്രകളെ പ്ലാൻ ചെയ്തിരുന്ന ഒരു യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷി ആകാശത്തേക്ക് പറത്തി അത് വലതുഭാഗത്തേക്കാണോ അത് ഇടതുഭാഗത്തേക്കാണോ പറന്നു പോകുന്നത് എന്നൊക്കെ നോക്കി അവർ യാത്രയെ ക്രമീകരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ ഇദ്ഹം എന്നൊരു ഭാഗത്ത് എഴുതി വെക്കും, അതേപോലെ തന്നെ ലാ തദ്ഹം എന്ന് എഴുതി വെക്കും. എന്നിട്ട് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവം അവർ അമ്പ് ചെയ്യും. അമ്പ് ചെയ്യുമ്പോൾ അത് ഇദ്ഹം എന്ന് പറയുന്ന, ഇദ്ഹം പറഞ്ഞാൽ പോവുക എന്നർത്ഥം, ലാ തദ്ഹം പറഞ്ഞാൽ പോവരുത് എന്നർത്ഥം. അപ്പോൾ അതിലേക്ക് അമ്പ് ചെയ്യും. എന്നിട്ട് ഈ അമ്പ് പോയി വീഴുന്നത് ഇദ്ഹം എന്നതിൻ്റെ അടുത്താണെങ്കിൽ അവർക്ക് യാത്ര പോകാം. അതല്ല, ലാ തദ്ഹം എന്നതിൻ്റെ അടുക്കലേക്കാണ് കൂടുതൽ അടുക്കൽ നിൽക്കുന്നെങ്കിൽ അവർ യാത്ര പോകാൻ പാടില്ല, അതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ യാത്ര പോകണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് ഇത്തരം ശകുനങ്ങളിൽ വിശ്വസിച്ചിരുന്ന കുറേ ആളുകൾ ജാഹിലിയത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, നിങ്ങൾ ഈ ശകുനം നോക്കൽ അത് ശിർക്കായ ഭാഗമാണ്, അത് ശിർക്കിൻ്റെ ഇനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളിങ്ങനെ ശകുനം നോക്കാൻ പാടില്ല, ഇങ്ങനെ ശകുനം നോക്കൽ അത് ശിർക്കൻ വിശ്വാസമാണ്, നിങ്ങൾ അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ടാണ് പോകേണ്ടത്. എന്തെങ്കിലുമൊക്കെ യാത്ര അസൗകര്യം ഉണ്ടെങ്കിൽ യാത്ര ഒഴിവാക്കുക എന്നല്ലാതെ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ യാത്ര ഒഴിവാക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ ആ യാത്ര പോകുമ്പോൾ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ചില പ്രയാസങ്ങൾ അവർ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ യാത്ര ഒഴിവാക്കാം എന്നൊഴിച്ച് ഇങ്ങനെ പൂച്ച ചാടിയാൽ, അല്ലെങ്കിൽ എലി മുന്നിക്ക് വന്നാൽ, അല്ലെങ്കിൽ കാറ്റ് വീശിയാൽ എന്നൊക്കെ പറഞ്ഞ് ചില കാരണങ്ങൾ പറഞ്ഞ്, യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടാകും, ആ യാത്ര പോകാൻ പാടില്ല, അവൻ കാര്യങ്ങൾ മുന്നോട്ട് പ്ലാൻ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് ഇപ്പം അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്, കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരുപക്ഷെ പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്ര. രാത്രി മുടി ചെയ്യാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുണ്ട്. രാത്രി മുടി ചെയ്യാൻ പാടില്ല, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നഖം വെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ കാലെടുത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ പലവിധ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന, ഒരിക്കലും ഖുർആനിലും ഹദീസിലും വരാത്ത കുറേ ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങളൊക്കെ വിശ്വാസമാണ്, ഖുർആനിലും സുന്നത്തിലും വരാത്ത കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസത്തെയും വിശ്വാസത്തെയും എങ്ങനെ വേർതിരിക്കുക വെച്ചാൽ നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് വേർതിരിക്കില്ല. കണ്ണീർ തട്ടും എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അതൊരു വിശ്വാസമാണ്. കണ്ണീർ തട്ടുക എന്നുള്ളതൊരു വിശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ ഹദീസിൽ പ്രത്യേകം ഇടം പിടിച്ചിട്ടുണ്ട്, അത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹും റസൂലും വഹി മുഖേന്തരം നമ്മളിലേക്ക് എത്തിയൊരു കാര്യം അത് വിശ്വാസമാണ്. അത് മുസ്ലിമീങ്ങൾ തൻ്റെ ബുദ്ധി കൊണ്ടോ തൻ്റെ അനുഭവങ്ങൾ കൊണ്ടോ ചിന്തിച്ച് അത് സയൻസ് കൊണ്ട് കണ്ടെത്തണം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമുക്ക് മറ്റു നിലക്ക് അത് തെളിയിക്കപ്പെടണം എന്ന് പറയാതെ ഖുർആനും ഹദീസിലും വന്നോ അതിനാണ് വിശ്വസിച്ചിരിക്കുക. എന്നാൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെടാത്ത കാര്യമാണെങ്കിൽ അത് എത്ര ആളുകൾ പറഞ്ഞാലും, ഒരുപാട് ആളുകൾ അത് വിശ്വസിച്ചാലും, കുറേ ആളുകൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിലും, കുറേ ആളുകൾ ഇതിൻ്റെ അനുയായികളായി മാറിയിട്ടുണ്ടെങ്കിലും അത് ഇസ്ലാമിൽ വിശ്വാസമല്ല, അത് അന്ധവിശ്വാസമാണ്.
അതുപോലത്തെ കുറേ വിശ്വാസങ്ങൾ നമ്മുടെ നാടുകളൊക്കെ പരക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ഇന്ന കല്ലിന് ഹജറുൽ അസ്വദിന് പ്രത്യേകതയുണ്ട്, സംസമിന് പ്രത്യേകതയുണ്ട്, ഇങ്ങനെയൊക്കെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകതയുണ്ട് എന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. എന്നാൽ അങ്ങനെ വിശ്വാസങ്ങൾ കൽപ്പിക്കാത്ത, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പറയാത്ത ചില കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വിചാരിക്കാൻ ഒരു നിരക്കും മുസ്ലിമീങ്ങൾക്ക് വകുപ്പില്ല. അതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെടാത്തൊരു കാര്യത്തിൻ്റെ മേൽ നമ്മളൊരു പുതിയ അഭിപ്രായം പറഞ്ഞ് അതിൻ്റെ പിന്നാലെ കൂടി അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാകും എന്ന് വിചാരിക്കാൻ ഒരു നിലക്കും വിശ്വാസികൾക്ക് വകുപ്പില്ല. കാരണം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹു നൽകിയതിനെ തടയാൻ ഒന്നിനും സാധിക്കുകയില്ല. അള്ളാഹു തടഞ്ഞതിന് നൽകാൻ ഒരു കാരണത്തിനും സാധിക്കുകയില്ല. അള്ളാഹു തരണ്ട എന്ന് വിചാരിച്ചതാണെങ്കിൽ നിങ്ങൾ എത്ര ആളുകൾ അതിൻ്റെ പിന്നാലെ പരിശ്രമിച്ചാലും, നിങ്ങൾ എത്ര തന്നെ മറ്റ് ഇലാഹുകളോട് പ്രാർത്ഥിച്ചാലും, നിങ്ങൾ എത്ര തന്നെ അതിൻ്റെ ഭൗതികമായ കാരണങ്ങളെ സമീപിച്ചാലും, അള്ളാഹു നൽകണ്ട എന്ന് വിചാരിച്ചതാണെങ്കിൽ അള്ളാഹു നൽകുകയില്ല. അള്ളാഹു നൽകണമെന്ന് വിചാരിച്ചൊരു കാര്യമാണെങ്കിൽ എത്ര ആളുകൾ തടയണമെന്ന് വിചാരിച്ചാലും അതിനെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഒരാൾക്ക് കുട്ടി ഉണ്ടാകരുത്, ആ ദമ്പതികൾക്ക് കുട്ടി ഉണ്ടാകരുത് എന്ന് അള്ളാഹു വിചാരിച്ചൊരു കാര്യമാണെങ്കിൽ നമ്മൾ എത്ര തന്നെ നമ്മൾ പ്രയാസപ്പെട്ടാലും അവർക്ക് കുട്ടി ഉണ്ടാവുകയില്ല. പിന്നെ അത് മാറിക്കിട്ടാൻ, ആ വിധിയെ മാറിക്കിട്ടാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് സാധിക്കുക. അവൻ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് അവൻ്റെ മുന്നിലുള്ള പരിഹാരം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു അന്ധവിശ്വാസങ്ങളിൽ മറ്റൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പെട്ടൊരു കാര്യമാണ് ഭാവി പ്രവചിക്കുന്ന ആളുകളെ സമീപിക്കുക. ഏതെങ്കിലും ആളുകൾ മുഖം നോക്കി പ്രശ്നം പറയും, അല്ലെങ്കിൽ കൈകൾ നോക്കി പ്രശ്നം പറയും, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നറുക്കെടുത്ത് തത്തമ്മയെ കൊണ്ട് നറുക്കെടുപ്പിക്കുക, ചീട്ടെടുപ്പിക്കുക, അത് നോക്കി പ്രശ്നം പറയുക, നമ്മുടെ ഭാവി പ്രവചിക്കുക. ഇങ്ങനെ ഭാവി പ്രവചിക്കുന്ന ആളുകളടുത്തേക്ക് സമീപിക്കുക, അല്ലെങ്കിൽ ഒരു തങ്ങളെ പോയി സമീപിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബീവിയുടെ അടുത്തേക്ക് സമീപിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെവിടെയാണ് എന്ന് ഇന്ന തങ്ങൾ പറയും, ഇന്ന ഉസ്താദ് പറയും, ഇന്ന ബീവി പറയും, ഇന്ന മൗലവി പറയും എന്നൊക്കെ പറഞ്ഞ് അവരെ സമീപിച്ച് മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ സമീപിക്കുക എന്നത് ഇസ്ലാം ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇത്തരം ഭാവി പ്രവചിക്കുന്ന ആളുകളടുത്തേക്ക് സമീപിക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഖ്തുൽ കുഹാൻ, നിങ്ങൾ ഇത്തരം പണിക്കന്മാരുടെ അടുക്കലേക്ക് പോകരുത്, നിങ്ങൾ ഇത്തരം ജ്യോത്സ്യന്മാരെ സമീപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ഹദീസിൽ കാണാം, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂലു. ആരെങ്കിലും ഇത്തരം ജ്യോത്സ്യന്മാരെ അല്ലെങ്കിൽ പണിക്കന്മാരെ, ഇത്തരം ഭാവി പ്രവചിക്കുന്ന ആളുകളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്നവൻ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ ഇറങ്ങിയ അള്ളാഹുവിൻ്റെ ഈ വഹ്യ്, ഈ ഖുർആനും സുന്നത്തിനെയും അവൻ നിഷേധിച്ചിരിക്കുന്നു, അവൻ അതിനെ കാഫിറാക്കി, അവൻ അതിനെ നിഷേധിക്കുന്നതിന് സമാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഭാവി പ്രവചിക്കുന്ന ആളുകളടുത്തേക്ക് പോവുക, അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുക, അതൊക്കെ വിശ്വസിക്കുക. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന ആളെന്ന് സമീപിച്ച് നോക്കാം, ഇന്ന തങ്ങളടുത്തേക്കൊന്ന് പോയി നോക്കാം, ഇന്ന പഠിക്കലടുത്തേക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടേക്കിലേക്ക് പോവുക, അവരെ സമീപിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് വരുന്ന മുഖം നോക്കി ലക്ഷണം പറയാം എന്ന് പറയുന്ന ആളുകൾ നോക്കി മുഖം നോക്കി ലക്ഷണം പറയാൻ നമ്മൾ ഇരുന്ന് കൊടുക്കുക. അതല്ലെങ്കിൽ കൈ നോക്കി ലക്ഷണം പറയും, ഭാവി പറയും എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ്, ഏതെങ്കിലും നിലയ്ക്ക് ഷിർക്കിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളാണ്, ചെറിയ ഷിർക്കുകളിൽ പെട്ടതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ജാഹിലിയത്തിൽ ഏതെങ്കിലും ഭാവി പ്രവചിക്കുന്ന ആളുകളിലേക്ക് പോയി അവരോട് പ്രശ്നങ്ങൾ ചോദിച്ച്, അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ സമീപിക്കുന്ന ആളുകളെ ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, മറഞ്ഞ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്, അവർ പറയുന്ന അതുപോലെ സംഭവിക്കുന്നുമുണ്ട്. ഇതെങ്ങനെയാണ് നബിയെ സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംശയമായി ചോദിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാവും പക്ഷേ അങ്ങനെ ഒരു സംശയം. ഇന്ന തങ്ങളടുത്ത് പോയപ്പോൾ ആ തങ്ങൾ പറഞ്ഞ് അതുപോലെ സംഭവിച്ചു, അല്ലെങ്കിൽ മാല നഷ്ടപ്പെട്ടു, അപ്പോൾ ഇന്ന പണിക്കരെ സമീപിച്ചു, അപ്പോൾ ആ മാല അയാൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ ഈ മറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ കൃത്യമായി സംസാരിക്കുന്നത് എന്നൊരു പക്ഷേ ആ സ്വഹാബത്തിന് സംശയം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ നമുക്കും ഉണ്ടാകുന്ന സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ അടുക്കലേക്ക് ശൈത്താൻ്റെ സഹായം കിട്ടും. അവർക്ക് ശൈത്താൻ വന്ന് യുഖർഖിറുഹ ഫീ ഉദിനി വലിയിഹി കർക്കറത്തി ദജാജ, കോഴി കുറുകണ പോലെ ശൈത്താൻ വന്ന് ഈ കാര്യങ്ങൾ കുറുകി കൊടുക്കും. ഒരുപക്ഷെ നമ്മൾ പറയുന്ന കാര്യം നമുക്ക് മാത്രമാണ് മറഞ്ഞ കാര്യം, അത് ശൈത്താൻ പറഞ്ഞ കാര്യം ആയിക്കൊള്ളുന്നില്ല.
അവനൊരു പക്ഷെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ശൈത്താൻ വന്നിട്ട് ഇത്തരം അവൻ്റെ സഹായികളെ പോയി സഹായിക്കുന്ന, അവൻ്റെ കാതിൽ പോയി കുറുകി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അത് കേട്ട് അവർ നമ്മോട് സംസാരിക്കും. അത് 100 കളവുകൾ കലർത്തിയാണ് അവൻ സംസാരിക്കുക. ഒരുപക്ഷെ നമ്മോട് പറഞ്ഞ 10 കാര്യങ്ങൾ ഒരു കാര്യം മാത്രമേ സത്യമായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും. അതൊക്കെ ശരിയാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്ന് വിചാരിക്കുകയും അവരെ വിശ്വസിക്കുകയും അവർക്ക് മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നില്ല എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകരിക്കൽ ഒരു സദസ്സിലേക്ക്, ഒരു കല്യാണ വീട്ടിലേക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പെൺകുട്ടികളായ ആളുകൾ പ്രവാചകനെ കണ്ടപ്പോൾ അവരിങ്ങനെ കൈകൊട്ടി, ചെറിയ പെൺകുട്ടികളെ ഇങ്ങനെ കൈകൊട്ടി, അവർ പല കാര്യങ്ങളും പാടിക്കൊണ്ട് ബദറിൽ മരണപ്പെട്ട അല്ലെങ്കിൽ ബദരീങ്ങളായ ആളുകളെ കുറിച്ചൊക്കെ അവരിങ്ങനെ പുകഴ്ത്തി പാടുന്നുണ്ട്. പ്രവാചകനെ കണ്ടപ്പോൾ അവർ പാടി, ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, അവർക്ക് നാളത്തെ കാര്യം എന്താണെന്നറിയാം. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളത്തെ കാര്യം അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് അവർ സന്തോഷം കൊണ്ട് ഇങ്ങനെ കൈകൊട്ടി പാടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയുണ്ടായി. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങൾ പറയേണ്ടത് അതാണ്. നിങ്ങൾ നാളത്തെ കാര്യം അറിയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ അറിയും എന്നെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മറഞ്ഞ കാര്യം അറിയുക എന്നത് അള്ളാഹുവിന് മാത്രമുള്ള സിഫത്താണ്. അവൻ ആർക്കെങ്കിലും ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്താലല്ലാതെ മറ്റൊരാൾക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. ചിലപ്പോൾ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ നടക്കുന്ന സാഹചര്യത്തിൽ അബൂജഹൽ ഇവിടെ മരിച്ചു വീഴും, ഉത്ബത്ത് ഇവിടെ മരിച്ചു വീഴും. ഇങ്ങനെ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ വഹ്യ് മുഖാന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് പ്രവാചകർക്ക് എല്ലാ മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂതപ്പെണ്ണ് വിഷം പുരട്ടിയ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയാതെ ആ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി ഭക്ഷിച്ചു, അവർ മരണപ്പെട്ടു പോയി. പ്രവാചകൻ അല്പം ഭക്ഷിച്ചു, പ്രവാചകർക്ക് പിന്നീട് രോഗം ബാധിച്ചു, പ്രവാചകർക്ക് പനി ബാധിച്ചു എന്നൊക്കെ നമ്മൾ ഹദീസുകൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് വഹി കിട്ടി. പക്ഷേ നിങ്ങൾക്ക് വഹി കിട്ടും വരെ പ്രവാചകർക്ക് നിരുപാധികം അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയുക എന്നൊരു സംഭവം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കൂടെയൊക്കെ ജീവിക്കുന്ന ഏതെങ്കിലും തങ്ങന്മാർക്ക് അല്ലെങ്കിൽ പഠിക്കന്മാർക്കൊക്കെ ഇത്തരം അറിഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വിചാരിക്കാൻ യാതൊരു വകുപ്പുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു അന്ധവിശ്വാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിക്കാത്തതിലൊക്കെ ബറക്കത്തുണ്ട് എന്ന് വിചാരിക്കുക. അള്ളാഹു ചില കാര്യങ്ങൾക്ക് ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം സംസമിന് ബറക്കത്തുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസം വെള്ളത്തിന് ബറക്കത്തുണ്ട്. ആ സംസം എന്തിനാണോ നിങ്ങൾ കുടിക്കുന്നത് അത് അതിനുള്ളതാണ്. നിങ്ങൾ രോഗം മാറാൻ കുടിക്കുന്നുണ്ടോ, നിങ്ങളുടെ രോഗം മാറും. നിങ്ങൾ ഹിഫ്ള് വർദ്ധിക്കാൻ കുടിക്കുന്നുണ്ടോ, നിങ്ങളെ ഹിഫ്ള് വർദ്ധിക്കും. നിങ്ങൾ എന്തിനാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ്, അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾക്ക് ഭൂമി ലോകത്ത് കിട്ടിയേക്കാവുന്ന ഏറ്റവും നല്ല വെള്ളം അത് സംസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അതിനൊരു പ്രത്യേക ബറക്കത്തുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ആ ബറക്കത്ത് കണക്കാക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹു അതിൽ പ്രത്യേകമായൊരു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണ വെള്ളം കുടിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുക, അതിനേക്കാളും ഒരു ഖൈർ സംസം വെള്ളം കുടിച്ചാൽ കിട്ടും എന്നാണ് മുസ്ലിമീങ്ങൾ വിചാരിക്കുന്നത്. ഖുർആനിനൊരു ബറക്കത്തുണ്ട്. ആ ഖുർആന്റെ ബറക്കത്തിനെ വിശ്വാസികൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ പഠിക്കുന്നു, ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നു, ജീവിതത്തിൽ പകർത്തുന്നു. സാധാരണ ഒരു ഗ്രന്ഥം വായിച്ചാൽ എന്താണെന്ന് കിട്ടുക, അതിനേക്കാളും പ്രതിഫലവും ഖൈറുമൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു വിശ്വാസി കിട്ടും എന്ന് വിശ്വാസി വിചാരിക്കുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബറക്കത്ത് പ്രവാചകൻ എങ്ങനെയാണോ അതിനെ സമീപിച്ചത്, എങ്ങനെയാണോ ബറക്കത്ത് എടുത്തത്, അതുപോലെയാണ് ബറക്കത്ത് എടുക്കേണ്ടത്. ചില കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയും ബറക്കത്തെടുക്കാം എന്ന് വിചാരിക്കുന്നു. പ്രവാചകൻ ബറക്കത്തെടുത്ത രൂപത്തിൽ തന്നെ നമ്മളും ബറക്കത്തെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അത് മാതൃക കാണിച്ചത് അതുപോലെ നമ്മൾ മാതൃകയാക്കുക. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ ബറക്കത്ത് നിശ്ചയിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ 2 അബദ്ധങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ച കാര്യങ്ങളിൽ പ്രവാചകന്റെ മാതൃകൾക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, പ്രവാചകൻ കാണിച്ചു തരാത്ത രൂപത്തിൽ ബറക്കത്ത് എടുത്തുകൊണ്ടിരിക്കുക. വേറെ വിഭാഗം ആളുകൾ ബറക്കത്ത് നിശ്ചയിക്കാത്ത കാര്യങ്ങളിൽ ബറക്കത്തുണ്ട് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ കൂടുക. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ജാറത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നൊരു എണ്ണ അതിനെന്തോ ഒരു ബറക്കത്തുണ്ട് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ളൊരു കല്ലിന് എന്തോ ഒരു ബറക്കത്തുണ്ട്, അവിടെ കെട്ടിയുയർത്തപ്പെട്ട ജാറത്തിന് എന്തോ ഒരു ബറക്കത്തുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നൊരു പൊടി, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നൊരു ഭക്ഷണം, അല്ലെങ്കിൽ ഇന്ന നേർച്ചയിൽ നിന്ന് കിട്ടുന്ന ഒരു അരി,
അതിനൊക്കെ എന്തോ ഒരു ബറക്കത്തുണ്ട് എന്ന് വിചാരിച്ച് അള്ളാഹും റസൂലും പറയാത്ത ചില കാര്യങ്ങൾക്കൊക്കെ ബറക്കത്തുണ്ട് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ നമ്മുടെ നാടുകളൊക്കെ കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ അവനെ മെല്ലെ മെല്ലെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന, ശിർക്കിലേക്ക് വഴിവെക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ് എന്നൊരു വിശ്വാസി മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ കുറേ വിശ്വാസങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കൈനീട്ടം കിട്ടുക. കൈനീട്ടം കിട്ടാറില്ല. ആദ്യത്തെ കച്ചവടം ചെയ്യുമ്പോൾ ആ പൈസ ഒരു നല്ല ആളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കച്ചവടം ഉണ്ടാകും എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കൈനീട്ടങ്ങളിൽ വിശ്വസിക്കുന്ന കുറേ ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധു ഒരു പക്ഷേ അയാളിൽ നിന്ന് ഒരു പക്ഷേ നമ്മൾ ആദ്യത്തെ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കൈനീട്ടം ശരിയായില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഞാൻ കണി കണ്ടത് ഞാൻ ആദ്യത്തെ വ്യക്തിയെ കാണുന്ന ആൾ നല്ല ആളാകണം, അല്ലെങ്കിൽ എന്തോ പ്രയാസം ഉണ്ടാകും, ആ കാണുന്ന വ്യക്തിയിൽ എന്തോ പറക്കത്തുണ്ട് എന്ന് വിചാരിച്ച് അതിൽ നമ്മുടെ വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിച്ച് അള്ളാഹും റസൂലും പറയാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്ന കുറേ ആളുകളൊക്കെ നമ്മുടെ നാടുകൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനോടൊത്ത് ഒരു യാത്ര പോകുമ്പോൾ അവർ പറഞ്ഞു, ജാഹിലിയ്യ കാലത്തിൽ അവർക്കൊരു ധാത്വൻവാത്തുണ്ട്, അതിൻ്റെ മേലിങ്ങനെ വാൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വാളിന് എന്തോ ഒരു പവർ കിട്ടും, അവർക്ക് യുദ്ധം ചെയ്യുമ്പോൾ എളുപ്പം കിട്ടും, അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഇതുപോലെ ഞങ്ങൾക്കും ഒരു ധാത്വൻവാത്ത് കാണിച്ചിരുന്നു നബിയെ, ഞങ്ങളുടെ വാളുകൾ കൊണ്ടുപോയി തൂക്കിടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം പ്രവാചകൻ അവരോട് വളരെ ദേഷ്യത്തിൽ തിരിച്ചു ചോദിക്കുകയാണ്, ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം മൂസാ നബിയോട് വന്നിട്ട് ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരൂ, അവർക്ക് കുറേ ഇലാഹുണ്ടല്ലോ, ഞങ്ങൾക്കും ഒരു ഇലാഹിനെ വെച്ചു തരൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ചതിന് മാത്രമാണ് ബറക്കത്തുള്ളത്. അവൻ മഹത്വം പഠിപ്പിച്ചതിനാണ് മഹത്വം ഉണ്ടാവുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലാണ് ബറക്കത്തൊരു വിശ്വാസി പ്രതീക്ഷിക്കുകയും ആത്യന്തികമായി അള്ളാഹുവാണ് അതിൽ ബറക്കത്ത് വെച്ചിട്ടുള്ളത്, അത് കാരണമായി അള്ളാഹുവാണ് നമുക്ക് ബറക്കത്ത് തരുന്നത് എന്ന വിശ്വാസമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക. മമ്പുറന്തങ്ങളാണ് സത്യം എന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ് സത്യം എന്ന് പറയും. ചില കുട്ടികളൊക്കെ പറഞ്ഞാണ് എൻ്റെ ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ മോനാണ് സത്യം, എൻ്റെ മകളാണ് സത്യം, അല്ലെങ്കിൽ കഅബയാണ് സത്യം എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ചേർത്തിക്കൊണ്ട് അവരാണ് സത്യം എന്ന് പറയുക. യഥാർത്ഥത്തിൽ വിശ്വാസി അള്ളാഹുവാണ് സത്യം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ചില ആളുകൾക്ക് അള്ളാഹു സത്യം എന്ന് പറയുന്നതിനേക്കാളും പേടിയാണ് ബദരീങ്ങളാണ് സത്യം, മമ്പുറന്തങ്ങളാണ് സത്യം, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് സത്യം എന്ന് പറയാൻ, മുഹയ്യദ്ദീൻ ശൈഖാണ് സത്യം എന്ന് പറയാൻ, അള്ളയാണ് സത്യം എന്ന് പറയുന്നതിനേക്കാളും പേടിയാണ്. അള്ളാഹ് സത്യം കൂളായിട്ട് വരും, ഒരു പ്രശ്നമില്ല. എന്ത് കളവ് പറയാൻ വല്ലാഹി സുമ്മ വല്ലാഹി എന്നൊക്കെ ഒറ്റടിക്ക് വരും. പക്ഷേ ഓനോട് പറയുകയാണ് മമ്പുറന്തങ്ങളാണ് സത്യം എന്ന് പറയാൻ പറഞ്ഞാൽ അവനക്ക് പോകും, പേടിച്ചു ഓനത് പറയുന്നത്. അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ശൈഖാണ് സത്യം എന്ന് പറയാൻ പറഞ്ഞാൽ അവൻ ആകെ ഭയന്നു പോകും. അവൻ കുറച്ച് ആലോചിച്ച് ചിന്തിച്ചും സത്യം ഉണ്ടെങ്കിൽ മാത്രമേ പറയും. അപ്പോൾ അള്ളാഹിനേക്കാളും പേടിക്കും അവർ ഔലിയാക്കളെ. അവർ അള്ളാഹുവാണ് സത്യം എന്ന് പറയാൻ ഒരു പേടിയില്ല. പക്ഷേ ഏതെങ്കിലും വലിയകളിലേക്ക്, ഏതെങ്കിലും അമ്പിയാക്കളിലേക്ക്, ഏതെങ്കിലും ജാറങ്ങളിലേക്ക്, ഏതെങ്കിലും ഒരു പുണ്യപുഷ്പങ്ങളിലേക്ക്, ഏതെങ്കിലും സൃഷ്ടികളിലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹുവാണ് അല്ലെങ്കിൽ അവരാണ് സത്യം എന്ന് പറയാൻ അവരൊട്ടും ഭയക്കുന്നില്ല എന്നൊരു സത്യം, ഒരു വസ്തുതയാണ്, നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവാണ് സത്യം എന്നതാണ് ഒരു വിശ്വാസി പറയേണ്ടത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു അന്ധവിശ്വാസമാണ് നഹ്സുകളിൽ വിശ്വസിക്കാത്തത്. ചില ദിവസങ്ങൾക്ക് പ്രശ്നമുണ്ട്, ചില സമയങ്ങൾക്ക് പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ സമയത്തിലും എല്ലാ കാലത്തിലും ഒരുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ചൊവ്വാഴ്ചക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല, അന്ന് ഗൾഫ് പോകില്ല, അന്ന് വീട് കുടിയിരിക്കൂല, അല്ലെങ്കിൽ അന്നൊരു കട ഓപ്പൺ ചെയ്യൂല, അന്ന് ഒരു നല്ല കാര്യം ചെയ്യൂല, അന്നൊരു കല്യാണം വെക്കൂല, അന്ന് ഒരു നല്ല കാര്യം ചെയ്യില്ല. കാരണം ചൊവ്വാഴ്ച എന്തോ ഒരു പ്രശ്നമുള്ള ദിവസമാണ്. അല്ലെങ്കിൽ കലണ്ടർ നോക്കി ഇന്ന ദിവസങ്ങളൊക്കെ നെക്സാണ്, അതുകൊണ്ട് ആ ദിവസങ്ങളൊന്നും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ മറ്റു ഭൗതിക സൗകര്യങ്ങൾ പരിഗണിക്കാതെ ഇത്തരം നെക്സുകളെ മാത്രം നോക്കി എന്ത് ചെയ്യുക, അവരവരുടെ ചടങ്ങുകളെ കൊണ്ടുവെക്കുക എന്നത് ഒരിക്കലും വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു ദഹ്റ, നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കണം, അതിനെ കുറ്റം പറയണം. ഫഇന്നല്ലാഹു വദ്ദഹ്ർ, കാലം എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാം. അപ്പോൾ കാലത്തിനെ കുറ്റം പറയും, ഇന്ന ദിവസം പ്രശ്നമുണ്ട്, ഇന്ന സമയം പ്രശ്നമുണ്ട്, ഇന്ന കാലം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് കാലത്തെ ആക്ഷേപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റു ഒരു അനാചാരം അല്ലെങ്കിൽ അന്ധവിശ്വാസം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമാണ് നേർച്ചകൾ നടത്തുക എന്നുള്ളത്. നേർച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു പൂരാണ് ഓർമ്മ വരിക, അല്ലെങ്കിൽ കുറേ ആനകൾ, ചെണ്ടകൾ, അല്ലെങ്കിൽ കുറേ നെറ്റിപ്പട്ടം കെട്ടിയ കുറേ ജീവികൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് നേർച്ച. ഇസ്ലാമിൻ്റെ നേർച്ചയും
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ച രണ്ട് തലാണ്, യാതൊരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങൾ. അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഒരാൾ നേർച്ച ചെയ്യേണ്ടത്. എന്നാൽ ബദരീങ്ങൾക്ക് വേണ്ടി ആടിനിറക്കാൻ നേർച്ച ചെയ്യുക, പത്തിരി നേർച്ച ചെയ്യുക, അല്ലെങ്കിൽ മറ്റു ഇതര കാര്യങ്ങൾ നേർച്ച ചെയ്യുക, അങ്ങനെയൊക്കെ നേർച്ച ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരാൾ അനാവശ്യമായി നേർച്ച ചെയ്യുക, അള്ളാഹിൻ്റെ പേരിലാണെങ്കിൽ പോലും അനാവശ്യമായി നേർച്ച ചെയ്യുക, വെറുതെ നേർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ ഉടനെ പറയാം ഞാൻ നേർച്ച ചെയ്തിരിക്കുന്നു, ഇന്ന സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്ര പൈസ നേർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാവശ്യമില്ലാതെ ഇങ്ങനെ നേർച്ച ചെയ്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ച ചെയ്യുക എന്ന കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേ, അത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിലും അള്ളാഹ്ക്ക് എല്ലാത്തിനും തീരെയുമല്ല, അള്ളാഹ്ക്ക് എല്ലാത്തിനുടെ പേരിലാണ് നേർച്ച ചെയ്യുന്നതെങ്കിൽ അത് വമ്പിച്ച ശിർക്കാണ്, ഒരാൾ പാടെ ഒഴിവാക്കേണ്ടതാണ്. അതിനെ കണിശമായി ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി തന്നെ നേർച്ച ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ തൻദിറു, നിങ്ങൾ നേർച്ച ചെയ്യരുത്, ഫഇന്ന നദ്റ ലാ യുഗ്നി മിനൽ ഖദ്രി ശൈഅ, കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്നും ഈ നേർച്ച ചെയ്തുകൊണ്ട് ഒന്നും മാറ്റുന്നില്ല. നേർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ഖദർ ഒന്നും മാറിപ്പോവുകയും, ഒരു സാധനം കിട്ടിയാൽ, ഞാൻ SSLC-യിൽ ജയിച്ചാൽ, എനിക്ക് 10A+ കിട്ടിയാൽ, എൻ്റെ രോഗം മാറിയാൽ, ഇങ്ങനെ ഒരാൾ കൈത് വെക്കും, ഒരാൾ നിബന്ധന വെച്ചുകൊണ്ടാണ് നേർച്ച ചെയ്യുക. നിങ്ങൾ നേർച്ച ചെയ്തതുകൊണ്ട് നിങ്ങളുടെ അള്ളാഹു വിധിച്ച ഒരു വിധിയും മാറുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് മാറും, അള്ളാഹു വിധിച്ച കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. നിങ്ങൾ നേർച്ച ചെയ്താലും എന്തെങ്കിലുമൊക്കെ അതേപോലെ സംഭവിക്കും. അതുകൊണ്ട് നേർച്ച ചെയ്യുക എന്നുള്ളത് ഒരു പിശുക്കൻ്റെ പണം പുറത്തേക്ക് വരും എന്നതല്ലാതെ യാതൊരു ഉപകാരം അതുകൊണ്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നാൽ നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിൽ നിർബന്ധമാണ്. ഒരാൾ നേർച്ച ചെയ്തു, ഞാൻ ഇന്ന കാര്യം നേർച്ച ചെയ്തു, ഞാൻ എത്തിക്കാഫിരിക്കാൻ നേർച്ച ചെയ്തെങ്കിൽ അത് വീട്ടിൽ നിർബന്ധമാണ്. ഞാൻ ഇന്ന പള്ളിക്ക് വേണ്ടി ഇത്ര രൂപ സംഭാവന ചെയ്യാം എന്നൊരാൾ നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ നിർബന്ധമാണ്, അത് സംശയമില്ല. പക്ഷെ നേർച്ചകൾ ഇങ്ങനെ അനാവശ്യമായി ചെയ്യുക എന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വേറൊരു അപകടമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുറേ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ മ്യൂസിക്കിൻ്റെ പിന്നാലെ കുറേ ആളുകൾ സഞ്ചരിക്കും. കുറേ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണ് മ്യൂസിക്കുകളുടെ പിന്നാലെ, അത് വലിയൊരു ആസ്വാദനമായി, അതൊരു ലഹരിയായി കൊണ്ടു നടക്കുന്ന ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം യോജിക്കാത്ത, ഇസ്ലാം ഇഷ്ടപ്പെടാത്ത കുറേയധികം ശൈലികളിൽപ്പെട്ടതാണ് മ്യൂസിക് കേൾക്കുന്ന കുറേ ആൾ. ചെറുപ്പക്കാർക്ക് വലിയൊരു അഡിക്റ്റാണ് മ്യൂസിക് കേൾക്കുക, സിനിമ കാണുക, പുതിയ പുതിയ സിനിമകൾ വന്നാൽ അത് കണ്ടു തീർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കേട്ട് ഇങ്ങനെ ജീവിക്കുക. അവർ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ സിനിമകളുടെ പിന്നാലെയും സീരിയലുകളുടെ പിന്നാലെയും ഈ മ്യൂസിക്കുകളുടെ പിന്നാലെയും ഒക്കെ പോകുന്ന കുറേ ആളുകളെ നമ്മുടെ നാടുകൾക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാം വളരെ കണിശമായി വിരോധിച്ച, പ്രവാചകൻ പറഞ്ഞു, അല്ലെ യകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, അവസാന കാലഘട്ടത്തിൽ ഒരു സംഘം ആളുകൾ വരാനുണ്ട്, അവർ പട്ട് ഹലാലാണ്, കള്ള് ഹലാലാണ്, മ്യൂസിക് ഹലാലാണ് എന്ന് പറയുന്നൊരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഈ മ്യൂസിക് ഹലാലാണെന്ന് പറയുന്നൊരു കാലത്താണ് കുറേ ആളുകൾ അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മ്യൂസിക് ഹറാമാണെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ചോദിക്കും, അതൊക്കെ ഹറാമാണോ, അതൊക്കെ ഹറാമാണെന്ന് പോലും അറിയാത്ത അത്രയും അപരിചിത്വം സംഭവിച്ചു പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെങ്കിലും DJ പാർട്ടികൾ, ഒരു കല്യാണത്തിന് പോകാൻ വയ്യ, അല്ലെങ്കിൽ ഒരു പാർക്കിലേക്ക് പോകാൻ വയ്യ, ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്തൊരിടമായി നമ്മുടെ പരിസരങ്ങൾ മാറിയിട്ടുണ്ട്. അവിടെ ആണും പെണ്ണും ആർത്തുല്ലസിച്ച് കല്യാണ വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസം. അവരുടെ സ്റ്റേജിൽ ആണും പെണ്ണും അന്യ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒന്നാകെ ചാടി അവർ മ്യൂസിക് ഇട്ട് ഡാൻസ് കളിച്ച് ആഘോഷിച്ച് ഇങ്ങനെ നല്ലൊരു പവിത്രമായൊരു സദസ്സിനെ മലീവസമാക്കുന്നു എന്നതാണ് നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് സദസ്സിലേക്ക് പോകാൻ പറ്റാത്തൊരു പ്രശ്നം. എന്ത് ചെറിയൊരു നന്മ പറയുകയാണെങ്കിൽ പോലും ഒരു മ്യൂസിക്കിൻ്റെ പാട്ടോടു കൂടിയാണ് ആ വീഡിയോ പുറത്തുവിടുക, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും നിലയ്ക്ക് മ്യൂസിക്കിൻ്റെ അകമ്പടിയോട് കൂടിയാണ്. നല്ല കർമ്മമായിരിക്കും സംഭവിക്കുന്നത്, നല്ല കർമ്മിക്കാൻ, നല്ലൊരു കാര്യക്കാർ. ആ കർമ്മത്തിന് പിന്നിലും വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക്കുള്ള പാട്ടേക്കരം വരും. അങ്ങനെ മലീവസമാക്കുക മ്യൂസിക്കിൻ്റെ പിന്നാലെയും അല്ലെങ്കിൽ ഈ സിനിമകളുടെ പിന്നാലെയും അവരാണ് ലോകത്തെ ഏറ്റവും സംസ്കാരമുള്ളത് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു പ്രശ്നമാണ് വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ അപാകത. പാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ നിര്യാണിക്ക് തായ വസ്ത്രം ധരിക്കുന്ന കുറേ ആളുകളെ നമ്മുടെ നാട്ടിൽ അതാണ് ഇതിൻ്റെ കൾച്ചർ, അങ്ങനെയൊക്കെ നടക്കുകയാണ് വേണ്ടത് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിര്യാണിക്ക് തായ അഹങ്കാരത്തോടു കൂടി വസ്ത്രം ധരിക്കുന്നെങ്കിൽ നാളെ പരലോകത്ത് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് അള്ളാഹു നോക്കുകയില്ല. അവൻ്റെ കാരുണ്യത്തിന് നോട്ടം പോലും കിട്ടാത്ത വിഭാഗത്തെ എണ്ണിയപ്പോൾ നിര്യാണിക്ക് തായ വസ്ത്രം ധരിക്കുന്ന ആളുകളെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത്. എന്നാൽ നോക്കൂ, നിങ്ങൾ എത്രയോ ആളുകൾ വസ്ത്രം ധരിക്കുന്നു, അവരിങ്ങനെ അഭിനയിക്കണം, നിസ്കരിക്കാൻ നേരത്ത് മാത്രം ഇങ്ങനെ മടക്കി വെച്ച് നിസ്കാരം കഴിഞ്ഞ് അതേപോലെ അയച്ചിട്ട് അവർ പോകും.
അവർ നിസ്കരിക്കുക മാത്രമുള്ള ഒരു പ്രത്യേക കർമ്മമാണ് ഈ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് തന്നെ ഒരു അഹങ്കാരമാണ്, ഇസ്ലാമിനോടുള്ള ഒരു വിരോധം കാണിക്കാൻ. എന്നതുപോലെ തന്നെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടാത്ത ആളുകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോൾ അവർ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ടൈറ്റായ വസ്ത്രം ധരിക്കുക, ഇടുങ്ങിയ വസ്ത്രം ധരിക്കുക, നിസ്കരിക്കാൻ വരുമ്പോൾ പോലും മാന്യതയില്ലാത്ത ഇടുങ്ങിയ അവരെ ഔറത്ത് കാണും വിധം, അതിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പുറത്ത് കാണും വിധം ആണും പെണ്ണൊക്കെ ഒരുപോലെ വസ്ത്രം ധരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അത് വലിയ അപകടമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ്സിലേക്ക് സദസ്സിലേക്ക് വരുമ്പോൾ നല്ല പർദ്ദ ധരിച്ച്, നല്ല സലഫി മഫ്ത ധരിച്ച്, അല്ലെങ്കിൽ നല്ല മാന്യമായി വരുന്നൊരു പെണ്ണ് ഏതെങ്കിലും കല്യാണത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല പോകുക. അത് ചുണ്ട് ചോപ്പിച്ച്, അല്ലെങ്കിൽ അവർ പൗഡർ ഇട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതേപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെയാണ് ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ, എക്സസൈസിലേക്ക് പോകുമ്പോൾ, കല്യാണത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ പെണ്ണ് ആകെ മാറിയിട്ടുണ്ടാവും. ഈ ഒരു പള്ളിയിലേക്ക് വരുന്ന രൂപത്തിൽ ഒരു പെണ്ണ് കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു പർദ്ദ ഇട്ട് അല്ലെങ്കിൽ ഒരു സൽഫി മഫ്ത ഇട്ട് ഒരു പെണ്ണ് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആളുകൾ ആ പെണ്ണിനെ കുറിച്ച് പറയും, ഇവിടെ കുറച്ച് ഓവറാണ്, ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല, അതൊത്ത് പള്ളിയിലേക്ക് മാത്രമുള്ള വസ്ത്രമാണ്, മറ്റൊരു കല്യാണത്തിനുള്ള വസ്ത്രമാണ് എന്ന് വിചാരിച്ച് നന്മകളിലുമുണ്ട് തിന്മകളിലുമുണ്ട്, എല്ലാത്തിലും കൂടിക്കലരുന്നുമുണ്ട്. എന്നാൽ ഈ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ നടക്കുന്ന കുറേ ആളുകളെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാട് പോലും നിങ്ങൾ തൻ്റെ വസ്ത്രങ്ങൾ നെഞ്ഞിലേക്ക് മാറിലേക്ക് താഴ്ത്തിയിടാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ചില ആളുകളെക്കുറിച്ച്, ചില സ്ത്രീകളെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റുഊസുഹുന്നക അസ്നിമത്തുൽ ബുഖ്തിൽ മായില. ചില ആളുകൾ ഇങ്ങനെ, ചില സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നരാണ്. അവരെ ആടി ഉലഞ്ഞ് അവരിങ്ങനെ മറ്റുള്ള ആളുകളെ പ്രലോഭിപ്പിച്ച് നടക്കുന്ന കുറേ സ്ത്രീകളുണ്ടാകും. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വലാ യജിദു റീഹഹ, അവർ സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സ്ത്രീകളെ കുറിച്ച് പറയണം. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ വസ്ത്രം മലീമസമായി കഴിഞ്ഞാൽ, അവരുടെ വസ്ത്രം മോശമായി കഴിഞ്ഞാൽ അവർ ഈ കാലത്തിനൊത്ത് ഒഴുക്കിനൊത്ത് ഇങ്ങനെ പോവുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾക്കും സീരിയലുകൾക്കും റീൽസുകൾക്കും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കും ഒത്ത് അവരുടെ വസ്ത്രം മാറ്റുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് താടി ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ ആളുകൾ ഇപ്പോൾ സിനിമയിൽ നല്ല താടി വെക്കുന്ന ഒരു നടൻ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നല്ല താടി കണ്ടു. എന്നാൽ ചെറുപ്പക്കാർ സിനിമയിൽ താടിയില്ലാത്ത കുറേ നടന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ താടിക്ക് ക്ലീൻ ഷേവ് ചെയ്ത്, അപ്പോൾ അവരാരെയാണ് സ്നേഹിക്കുന്നത്? പ്രവാചകനെയാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്മാരെയാണോ? അവരാരെയാണ് മാതൃകയാക്കുന്നത്? ഏതെങ്കിലും നടീ നടന്മാരെ കണ്ട് അവരുടെ വസ്ത്രങ്ങളും കോലങ്ങളും രൂപങ്ങളും മാറ്റുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ നാടുകളൊക്കെ ഉണ്ട് എന്നൊരു അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കല്യാണ വീടുകൾ, നമ്മൾ പോകുന്ന ഇടങ്ങളൊക്കെ ഇസ്ലാമിക പവിത്രമായ ഒരു ഇടങ്ങളാക്കി മാറ്റുക. നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം, നമ്മുടെ കീഴിൽ നടക്കുന്ന കല്യാണങ്ങൾ, അവിടെ ഇസ്ലാമിക മര്യാദയോടുകൂടി ഏറ്റവും നല്ല നിമിഷത്തിലേക്ക് ഒരു ആണും പെണ്ണും അവരുടെ ഏറ്റവും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പിൻപറ്റി അവർ കടക്കേണ്ട സ്ഥലത്തേക്ക് ഇത്തരം ഒരു ബറക്കത്തുമില്ലാത്ത, അല്ലെങ്കിൽ വളരെ മലീമസമായ ഒരു അന്തരീക്ഷമാക്കി അതിനെ മാറ്റി വളരെ തോന്നിവാസം നടക്കുന്ന ഇടങ്ങളാക്കി കല്യാണങ്ങൾ മാറുക. ഒരു ഓണം വന്നാൽ, ഒരു ക്രിസ്മസ് വന്നാൽ, ഇത്തരം ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ആണോ എന്ന് പോലും മനസ്സിലാകില്ല. നാട്ടിൽ മുഴുവൻ ഉണ്ടാവും, അത്തക്കളം ഉണ്ടാവും, അതേപോലെ തന്നെ സെറ്റ് സാരി എടുത്ത് പെണ്ണുങ്ങൾ മുഴുവൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ആണുങ്ങൾ മുഴുവൻ പ്രത്യേക തരം ജുബ്ബ ധരിച്ച്, പ്രത്യേക തരം തുണി ധരിച്ച്, അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയോ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, വീടിൻ്റെ മുഴുവനും പൂക്കളിട്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് വന്നാൽ നക്ഷത്രം തൂക്കി, ഇങ്ങനെ ഒരു മുസ്ലിമും അമുസ്ലിം വേർതിരിക്കാത്ത വിധം മുസ്ലിം അവൻ്റെ ഐഡൻറ്റിറ്റിയോട് കൂടെ ജീവിക്കുന്നത്. അവൻ്റെ വിശ്വാസത്തിൽ അവർക്ക് അഭിമാനം തോന്നും, അവൻ്റെ വിശ്വാസത്തിൽ അവർക്ക് ഒരു പ്രത്യേകമായ അഭിമാനം അവർക്ക് ഉണ്ടാകണം. പക്ഷെ അതുപോലും മറന്ന് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന അവസരങ്ങൾ, അവൻ്റെ വിശ്വാസത്തെ പണയം വെക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമ്മളിൽ ഉണ്ടായിക്കൂടാ. ഇത്തരം തെറ്റായ കർമ്മങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരാൾ തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.